മുൻ മന്ത്രി ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയാണ്. സ്ഥിരീകരണം വന്നു. അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, 2026 മെമ്പർഷിപ്പ് പുതുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വിമർശിക്കേണ്ടവരെയൊക്കെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ തൊടാതെ തൊട്ടും ഒക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് പറയാനുള്ളത്. ഇതില് നമുക്ക് രണ്ടായിട്ട് കാണേണ്ടി വരും. അതായത് ഒന്ന്, സുധാകരൻ പോയി എന്നുള്ളതിനെ പാർട്ടി വിടുന്നു എന്നുള്ളത് ആ ഒരു വിവാദമുണ്ടല്ലോ, അതിനെ രണ്ടായിട്ട് കാണേണ്ടി വരും. ഒന്ന്, പ്രധാനമായും ഇത് പാർട്ടിയെ ബാധിക്കാനിടയുള്ള ചില സാഹചര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും. അതായത് സുധാകരൻ എന്ന് പറയുന്ന ജി സുധാകരൻ സഖാവ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ഒരു നേതാവൊന്നുമല്ല. പണ്ട് നമുക്കറിയാവുന്ന പോലെ അടിയന്തരാവസ്ഥ കാലഘട്ടം ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ചായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സമരം ചെയ്യുകയും അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ജയിൽവാസമൊക്കെ അനുഭവിച്ച ഒരു നേതാവ് തന്നെയാണ്. പിന്നീട് അതിനുശേഷം ആലപ്പുഴയുടെ ഒരു അമരക്കാരൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. ആലപ്പുഴയുടെ മാത്രമല്ല, പിന്നീട് അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളിലേക്ക് എത്തുകയും അങ്ങനെ ശക്തമായ ഒരു സാന്നിധ്യം ഉള്ള ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ് ശരിക്കും സഖാവ് ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാരുടെ ഒരു പൊതുവികാരം എന്നുള്ള നിലയിൽ തന്നെ സുധാകരനെ കാണേണ്ടി വരും. ഇത് അദ്ദേഹത്തിന്റെ ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വിടുതൽ, അത് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി ചേരുമെന്നോ ഒന്നും അതിനൊരു അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിടുതൽ ഒരു പാർട്ടിയെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ കാണേണ്ടി വരും. കാരണം ഈ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ജി സുധാകരന് ശക്തമായ ഒരു വേരോട്ടമുണ്ട്. കായംകുളം മണ്ഡലത്തിൽ നിന്ന് ജി സുധാകരൻ വിജയിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്ന് ജി സുധാകരൻ വിജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ തെക്കോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്ക് മേലെ ഒരു ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത, ഇവിടുത്തെ ജാതി രാഷ്ട്രീയത്തിന് മുഖം തിരിഞ്ഞു നിന്നിരുന്ന ഒരു നേതാവ് തന്നെയാണ് ജി സുധാകരൻ. അങ്ങനെ പരിശോധിക്കുമ്പോൾ വ്യക്തമായ സാന്നിധ്യം, രാഷ്ട്രീയ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് തന്നെയാണ് ജി സുധാകരൻ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അണികളുടെ എണ്ണവും കൂടുതലാണ്. സുധാകരൻ എന്ന് പറയുന്ന പിന്നെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അണികൾ വളരെ കുറച്ചൊന്നും അല്ല ഉള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും ജി സുധാകരന്റെ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണെങ്കിലും ദേവസ്വം വകുപ്പ് മന്ത്രി, അങ്ങനെ ഒരുപാട് അദ്ദേഹം വഹിച്ച ചുമതലകളെല്ലാം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും ഒരു നേതാവിനും വലിയ പ്രാധാന്യം ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹം വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി, അവിടുത്തെ പാർട്ടിയിലെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി നാസറുമായിട്ടുണ്ടായ പടലപ്പിണക്കമാവാം, അല്ലെ സലാമുമായിട്ടുണ്ടായ പടലപ്പിണക്കങ്ങളാവാം, എന്തുമാകാം. അപ്പോൾ അങ്ങനെ ഈ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിണങ്ങിപ്പോകുന്നത് ഒരുപക്ഷെ പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായേക്കാവുന്ന ഒരു നഷ്ടമാണ്. പിന്നെ അദ്ദേഹം ഏത് കോട്ടയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അദ്ദേഹം പാർട്ടി വിട്ടു, അദ്ദേഹം പോകുന്നത് ഇനി കോൺഗ്രസിലേക്കാണോ, ഇനി അതല്ല BJP-യിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനൊക്കെ വന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു, അദ്ദേഹം വയ്യാതെ കിടന്ന സമയത്ത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷെ അന്നൊരു സ്വകാര്യ സന്ദർശനം എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും അന്ന് കൊടുത്തിരുന്നില്ല. ഗോപാലകൃഷ്ണൻ വന്നപ്പോഴും തൃശ്ശൂർക്കാരനായ ഗോപാലകൃഷ്ണൻ ആലപ്പുഴയിലെത്തി സുധാകരനെ കാണുന്ന ആ സമയത്തും അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും അന്നാലും കൊടുത്തില്ല. അല്ല, വ്യക്തിപരം എന്നുള്ളതിനപ്പുറത്തേക്ക് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പോക്ക് ഒരു പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് അണികളുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരുപക്ഷെ 3-4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടതുണ്ട്. ഇനി മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ഒരു 63 വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് അപക്വമായി തീരുമാനമെടുത്തു എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമെന്നോണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളത് ഏതൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമാണ്.
ഒരു മുതിർന്ന സഖാവ് എന്നുള്ള ഒരു പരിഗണനയിൽ മാറി നിൽക്കുക. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ ഗോവിന്ദ മാഷ് കളിയാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ആരും പാർട്ടിക്ക് അതീതരല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ പോലും പാർട്ടിക്ക് അതീതനല്ല. പാർട്ടിയിൽ വിധേയനാണ്. ആര് പോയാലും ആര് നിന്നാലും ആര് വന്നാലും കുലുങ്ങാത്ത ഒന്ന് തന്നെയാണ് പാർട്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനേക്കാൾ അധികം രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള ഒരുപക്ഷെ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചോര കൊടുത്തും നീര് കൊടുത്തും വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അതിലൊരാള് നമ്മുടെ CP ജോൺ എന്ന് നിൽക്കുന്ന CMP എന്ന് പറയുന്ന പാർട്ടി MVR എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്നുണ്ടായതാണ്. MP നികേഷ് കുമാറിന്റെ അച്ഛനായിരുന്ന MP രാഘവനിൽ നിന്നുണ്ടായ പാർട്ടിയാണ്. അപ്പൊ MP രാഘവൻ ഇറങ്ങിപ്പോയി. MVR CPM എന്ന് പറയുന്ന പാർട്ടി വിട്ടപ്പോൾ ഇവിടെ പാർട്ടി കുലുങ്ങിയിട്ടില്ല, CPM കുലുങ്ങിയിട്ടില്ല. കാര്യം MVR CPM-ന് വേണ്ടി ജീവിച്ച, CPM-ന് വേണ്ടിയിട്ട് ശക്തമായ ഒരു എന്താ പറയാ ഒരു നേതാവായിരുന്നു. CPM-ന് ഉരുവപ്പെടുത്തിയെടുത്ത ഒരു നേതാവാണ് ഗൗരിയമ്മ. ആലപ്പുഴ ജില്ലയിലെ ഒരു വലിയ ശക്തയായ സ്ത്രീ സാന്നിധ്യമായിരുന്നു ഗൗരിയമ്മ സഖാവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഗൗരിയമ്മ പോയിട്ടും KR ഗൗരിയമ്മ പോയിട്ട് പോലും അനങ്ങാത്ത ഒരു കുലുങ്ങാത്ത ഒരു പാർട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുധാകരന്റെ പോക്ക് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് ചർച്ച ചെയ്യപ്പെടും എന്നതിനപ്പുറമല്ലാതെ, ഈ കാലത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിനപ്പുറത്ത് വേറൊരു തലത്തിൽ ഇത് കുറച്ചൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതൊന്നും ചർച്ചയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ചർച്ചയിലേക്ക് വരികയോ, കാര്യം സഖാക്കളെല്ലാം മറന്നുപോകും. കാര്യം ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ CPM-കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിലായിരിക്കും എപ്പോഴും വിശ്വസിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഖാക്കന്മാരാണെന്നും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്കൊടിയാണെന്നും ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വരെ ഞങ്ങൾ ആ കൊടിക്കീഴിൽ തന്നെയായിരിക്കും ഞങ്ങൾ അണിനിരക്കുക എന്നും ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി തന്നെ നിസ്വാർത്ഥമായി, അതായത് എനിക്ക് എന്തെങ്കിലും പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്നോ കരുതിയിട്ട് അല്ല ഇവരാരും ചെങ്കൊടി പിടിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പം KPCC-യിൽ എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ ജില്ല ഒട്ടുക്ക് 3 പേര് എന്നുള്ള കണക്കിൽ ചിലപ്പം KPCC സെക്രട്ടറിമാരുണ്ടാവും. പക്ഷെ CPM-ന് അങ്ങനെയില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് സെക്രട്ടറി ഒരാളേ ഉള്ളൂ, സംസ്ഥാന സെക്രട്ടറി ഒരാളേ ഉള്ളൂ, ജനറൽ സെക്രട്ടറി ഒരാളേ ഉള്ളൂ. അത് MA ബേബി സഖാവാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷാണ്. അല്ലാതെ എല്ലാ ജില്ലകളിലും ഓരോ സംസ്ഥാന കമ്മിറ്റി അല്ലെ സംസ്ഥാന സെക്രട്ടറിമാരില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നം. അതാണ് ഏറ്റവും ഒടുവിൽ സംസാരിക്കേണ്ട CPM പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ സംസാരിക്കേണ്ടത് MP ഗോവിന്ദ മാഷാണ്. അല്ല ഇടയ്ക്ക് ഏറെ ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരെ ചൊല്ലി ഉയരുന്ന വിവാദങ്ങൾ മാത്രമേ അവർ സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ജില്ലാ സെക്രട്ടറി സംസാരിക്കാൻ പാടുള്ളൂ. ഒരു സംസ്ഥാന തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും കയറി ഇപ്പൊ നാസർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും കയറി സംസാരിക്കാൻ പാടില്ല. KK രാജേഷ് ആണെങ്കിൽ പോലും സംസാരിക്കരുത്. ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്തരവാദിത്വം സംസ്ഥാന സെക്രട്ടറിക്കാണ്. അത് MP ഗോവിന്ദ മാഷ. ഇനിയും അതല്ല പിന്നെ മറ്റൊരാൾക്ക് LDF-ന്റെ കൺവീനർക്ക് സംസാരിക്കാൻ അധികാരമുണ്ട്. TP രാമകൃഷ്ണനാണ്, അദ്ദേഹത്തിന് സംസാരിക്കാം. അപ്പം ഇങ്ങനെ തുടങ്ങി ഇതിനൊരു ചിട്ടവട്ടമുണ്ട്. ഈ ചിട്ടവട്ടത്തിനകത്ത് നിന്നുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹം പോയി, സുധാകര സഖാവ് പോയെങ്കിൽ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ വളർത്തിക്കൊണ്ട് വന്ന അല്ലെ സുധാകരൻ എന്നുള്ള പേരിന് മുമ്പ് അദ്ദേഹത്തിന് ഇട്ടിട്ടാണ് ഇടുന്നത്. അദ്ദേഹത്തിന്റെ പേര് എഴുതുമ്പോൾ അതെന്താണ് എന്ന് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. അതുകൊണ്ട് സഖാക്കന്മാരെ അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലികം മാത്രമാണ്. ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാലും സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലല്ല അവിടുത്തെ പൊളിറ്റിക്സ് കിടന്ന് കളിക്കുന്നത്. ആലപ്പുഴ ജില്ലയ്ക്ക് പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഒരു വലിയ സമര പാരമ്പര്യം ഉണ്ടെന്നേ. ആ VS-നെ പോലെയുള്ള നിരവധി നേതാക്കന്മാർ, സഖാവ് കൃഷ്ണപിള്ളയെ പോലെയുള്ള നിരവധി സഖാക്കന്മാർ പടുത്തുയർത്തിക്കൊണ്ടുവന്ന മഹത്തായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ആ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പോകുന്നത് താൽക്കാലികമായി ചില ചർച്ചകളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരുന്നാലും ശരി, ഒരു ദീർഘകാലത്തേക്ക് പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ സഹാക്കന്മാരെന്നുള്ള നിലയിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. കാര്യം ഇതൊന്നും പരിഗണിക്കപ്പെടില്ല. ഇപ്പൊ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പറയുമായിരിക്കും അദ്ദേഹത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ പാർട്ടി പുറത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല. സുധാകരനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പുറത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള നിരവധി നേതാക്കന്മാര് പുറത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തില് നിരവധി CPM നേതാക്കന്മാര് പുറത്തുണ്ട്. അവരൊക്കെയാണ് പാർട്ടിയുടെ പണ്ട് നമ്മുടെ കോടിയേരി പറഞ്ഞ പോലെ പുറത്തു നിൽക്കുന്നവരാണ്.
ആപ്പാടെ കുറച്ചു പേർക്ക് മാത്രമേ 71 പേർക്ക് MLA ആകാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ 13 പേർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത നിരവധി വരുന്ന സഹാക്കന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന സഹാക്കന്മാരാണ് ഇവരുടെയൊക്കെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ എന്ന് പറയുന്ന നേതാവിനോട് CPM പറഞ്ഞിട്ടില്ല നിങ്ങൾ പുറത്തിരിക്കാൻ. ചിലപ്പോൾ സുധാകരനെ അവിടെ മത്സരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി തീരുമാനം പറയും. അവിടെയാണ് അന്തിമ തീരുമാനം വരുന്നത്. അല്ലാതെ ഇപ്പൊ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞൊരു സംവിധാനത്തോടു കൂടി പോകാൻ പറ്റില്ല. എന്നാൽ നോക്കൂ, ശൈല ടീച്ചർ തന്നെ ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു ഒരാളാണ് ശൈല ടീച്ചർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ശൈല ടീച്ചറിന് പോലും അവിടെ സ്ഥാനാർത്ഥിത്വം പേരാവൂരിലാണ് കൊടുത്തത്. അപ്പൊ പാർട്ടി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തീരുമാനം എടുത്തത്? അപ്പൊ പാർട്ടിക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും. ഇപ്പൊ പാർട്ടി പിന്നെ വിരുദ്ധര് പറഞ്ഞു നടക്കുന്ന പോലെ ശൈല ടീച്ചറിനെ VS തോപ്പിച്ച പോലെ തോപ്പിക്കാനൊന്നുമല്ല, ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഏറെക്കാലമായിട്ട് കണ്ണൂരിൽ ഒരു എന്താ പറയാ, ഒരു CPM സംബന്ധിച്ചിടത്തോളം ബാലികേറ മല പോലെ കിടക്കുന്ന പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം തിരിച്ച് CPM കോട്ടയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശൈല ടീച്ചറിനെ സണ്ണി ജോസഫിനെതിരെ ഇട്ടത്. അല്ലാതെ ശൈല ടീച്ചറിനെ തോപ്പിച്ചുകൊണ്ട് അവിടെ വിജയം വരിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പൊ പാർട്ടി ഓരോ കാലഘട്ടത്തിലും എടുക്കുന്ന തീരുമാനങ്ങളോട് പൊരുത്തപ്പെടാനും ആ തീരുമാനങ്ങളിലെ അനുസരിച്ച് ജീവിക്കാനും വിധേയപ്പെട്ടവരാണ് ഓരോ സഹാക്കന്മാരും. അതില് പിന്നെ നമ്മുടെ സുധാകര സഹാബ് എത്ര സീനിയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനും അതിൽ അടിമപ്പെട്ട് ജീവിക്കണം. നാളെ ഇപ്പം നോക്കി MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല. ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നില്ല. എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? പാർട്ടി പറഞ്ഞ് മത്സരിക്കണ്ട. പാർട്ടി സെക്രട്ടറി മത്സരിച്ച് ശീലമില്ല. രണ്ടും രണ്ടാണ്. പാർലമെന്ററി കാര്യവും പിന്നെ ഔദ്യോഗികം എന്ന് പറഞ്ഞ രണ്ടും രണ്ടാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിലും CPM അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ മാഷ് അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിയാണെന്നേ. അദ്ദേഹം ആ മന്ത്രിസ്ഥാനം കളഞ്ഞിട്ടാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം ഏറ്റെടുത്തത്. അപ്പൊ അവിടെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ആ ചിട്ടവട്ടങ്ങളെല്ലാം അനുസരിച്ച് തന്നെ മുന്നോട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, എന്നെ പാർട്ടി സെക്രട്ടറി ആക്കിയ സാഹചര്യത്തിൽ എനിക്ക് മന്ത്രിയായിട്ടും കൂടി ഇരിക്കണം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കായിരുന്നു. പക്ഷേ ചിട്ട അങ്ങനെയല്ല, രീതി അങ്ങനെയല്ല. ആ രീതിക്ക് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ലാതെ കോൺഗ്രസ് എല്ലാവർക്കും കയറി മത്സരിക്കാനും വഴക്കുണ്ടാക്കാനും ഇത് വേറൊന്നുമല്ല. ഇപ്പൊ 20 വർഷം പിന്നെ പാർട്ടി വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിരുത്ത് ഐഷ പൂറ്റി പുറത്തേക്ക് പോയി. അവര് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം ഒരു കോൺഗ്രസിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരുപക്ഷെ സുധാകരൻ ഇനി മറ്റൊരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം ചെയ്തത് ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ചരിത്രപരമായി ശരിയാവാം. അദ്ദേഹത്തിൻ്റെതായ ഒരു ശരിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാം. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റൊരു വേദിയിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, പുള്ളി മറ്റൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയ എന്നുള്ള പേര് അദ്ദേഹം ഒറ്റിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ പാർട്ടിയിൽ പലപ്പോഴും ഈ പറയുന്ന ചിലപ്പോൾ മാറ്റി നിർത്തലുകൾ വേണ്ടി വരും, ചില പരാമർശങ്ങൾ അവിടെ ഉണ്ടാവും. അതൊക്കെ പാർട്ടി നടപടിയെടുക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഇതൊരു വലിയ, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപക്ഷെ ചലനം ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ഒരു ഇടത് രാഷ്ട്രീയത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഇത് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു നിഷ്പക്ഷ ആൾക്കാർ ചിന്തിക്കുമ്പോൾ സുധാകരൻ പോയത് വലിയ പ്രശ്നം പാർട്ടിക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ പൊളിറ്റിക്കൽ ആംഗിളിൽ സുധാകരൻ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും.